വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് ടി ജെ ബ്രോ. നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റീസെന്റ് ഒരു വ്യൂറി വെച്ച ക്വസ്റ്റൻ ആണ്. എൻ്റെ ബഡ്ജറ്റ് 12 ലക്ഷമാണ്. 12 ലക്ഷത്തിന് താഴെ ഏതെങ്കിലും നല്ല ഓട്ടോമാറ്റിക്കുകൾ ലഭ്യമാണോ എന്നാണ് ചോദിച്ച ക്വസ്റ്റ്യൻ. എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് 12 ലക്ഷത്തിന് താഴെ നല്ല ഓട്ടോമാറ്റിക് ലഭിക്കുമെന്നുള്ളത്. 12 ലക്ഷത്തിന് താഴെ നമുക്ക് ലഭിക്കാവുന്ന ഓട്ടോമാറ്റിക്കുകൾ ഇതൊക്കെയാണ്: AMT, IMT, CVT, ടോർക്ക് കൺവെർട്ടർ. അതിനകത്ത് 10 ലക്ഷത്തിന് താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് AMT മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. AMT സ്റ്റാർട്ട് ചെയ്യണ കാർ ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, ഓൾട്ടോ K10, VXi പ്ലസിലും. VXi 5,50,000 ആണെന്നുണ്ടെങ്കിൽ പ്ലസ് ഒരു 50,000 കൂടി എക്സ്ട്രാ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് AGSന്റെ വേരിയന്റ് അവൈലബിൾ ആവും. അത് മാരുതിയുടെ ലൈനപ്പിലുള്ള എല്ലാ കാറുകളും മാനുവൽ വേരിയന്റിന്റെ ഒപ്പം ഒരു 50,000 എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് AGS വേരിയന്റ് അവൈലബിൾ ആവും. കാരണം ആ യൂണിറ്റിന്, AMT യൂണിറ്റിന് ആകെ കോസ്റ്റ് വന്നത്, മാറ്റി വെക്കാനാണെങ്കിലും കോസ്റ്റ് വന്നത് ആകെ 50,000 ആണ്. ഇപ്പോൾ നിലവിൽ മാരുതിയുടെ ലൈനപ്പിൽ AGS അവൈലബിൾ ആയിട്ടുള്ള കാറുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഓൾട്ടോ K10, എക്സ്പ്രസോ, വാഗണാർ, സെലീറിയോ, സ്വിഫ്റ്റ് ഡിസയർ, ഫ്രോൺസിൽ അവൈലബിൾ ആണ്. മാനുഫാക്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മാരുതി കൊടുക്കുന്നുണ്ട്, ഹുണ്ടൈ കൊടുക്കുന്നുണ്ട്, റെനോൾട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ നിസാനും കൊടുക്കുന്നുണ്ട്. നിസാന്റെ AMT പറയുന്ന പേര് ഈസി ഷിഫ്റ്റ് എന്നാണ്. 10 ലക്ഷത്തിന് താഴെ ആണെങ്കിൽ മാത്രമേ AMT ചൂസ് ചെയ്താൽ മതിയാവും. ഈ ഫ്രോൺസിന്റെ ലെഫ്റ്റ് പ്ലസ് വേരിയന്റ് ഏറ്റവും കൂടുതൽ സെയിൽ ആവുന്ന വേരിയന്റ് ആണ്. അതിന് പക്ഷേ ഓൺ റോഡ് വരുമ്പോൾ 11,30,000 വരും. അപ്പോൾ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം. അല്ലെങ്കിൽ ആ വേരിയന്റിൽ തന്നെ CVT ഉണ്ട്, ടോർക്ക് കൺവെർട്ടറും അവൈലബിൾ ആണ്. ടോർക്ക് കൺവെർട്ടർ ആകെ കൊടുക്കുന്നത് ഇന്ത്യയിൽ ആകെ ഈ 11,60,000 കൊടുക്കുന്ന ആകെ ഒരു മാനുഫാക്ചേഴ്സ് ഉള്ളൂ. അത് സിട്രോൺ C3 എന്ന് പറഞ്ഞ കാറിലാണ് അവർ വെച്ച് കൊടുക്കുന്നത്. ഷൈൻ എന്ന് പറഞ്ഞൊരു വേരിയന്റിലാണ്. അത് 11,60,000 ആവും. 12 lakh ബഡ്ജറ്റ് ഉള്ളവർ ആ കാറും കൂടി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കണം. നല്ല കാരണം അത് 1.2 ടർബോ എഞ്ചിനാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഗിയർ ബോക്സും കൂടി, ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സും കൂടി ആവുമ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആണ്, നല്ലൊരു ഡ്രൈവിംഗ് ഫീൽ ആ കാർ തരും. പിന്നെ CVT കൊടുക്കുന്ന മാനുഫാക്ചേഴ്സ് ആണ് ഹോണ്ട, നിസാൻ. ഹോണ്ട അമേസിൽ വെച്ചിട്ടാണ് CVT കൊടുക്കുന്നത്. അത് V ഓപ്ഷനിലും VX ഓപ്ഷനിലും CVT അവൈലബിൾ ആണ് അമേസിന്റെ. പക്ഷെ അത് ഓൺ റോഡ് വരുമ്പോൾ 11,50,000 മേലെ ആവും. അണ്ടർ 12 lakhs നിങ്ങൾക്ക് CVT അമേസിന്റെ ലഭിക്കും. നിസാൻ മാഗ്നറ്റിനും അവൈലബിൾ ആണ്, ടർബോ CVT അവൈലബിൾ ആണ്. അതും 11,50,000 മേലെ വരും. അണ്ടർ 12 lakhs നിങ്ങൾക്ക് ആ നിസാന്റെ CVT അവൈലബിൾ ആണ്. കൈഗറിനും സെയിം റേറ്റ് തന്നെ വരും. സോ 7,50,000 അല്ലെങ്കിൽ അണ്ടർ 12 lakhs ആണ് ബഡ്ജറ്റ് എങ്കിൽ നിങ്ങൾക്ക് CVT നോക്കാം, നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ എല്ലാവരും CVTയുടെ ഒരു പോരായ്മയായിട്ട് പറയണത് റബ്ബർ ബാൻഡ് എഫക്റ്റ് ഉണ്ടാവുന്നതാണ്. AMTയിൽ ഗിയർ മാറുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓരോ ഗിയർ. MT ഇപ്പോൾ ഓടിക്കാത്തവരായിട്ട് ആരുമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഓരോ ഗിയറും നിങ്ങൾക്ക് എടുത്തറിയാൻ പറ്റും. CVTയിൽ ഇൻഫിനിറ്റി ഗിയർ ആണെന്ന് എല്ലാവർക്കും അറിയാം. ചെറിയ സ്പീഡിൽ അതിന്റെ ഗിയർ ഇല്ല. കാരണം വെച്ചാൽ ഗിയർ ഇല്ല, ഒരു പുള്ളിയിലാണ് ആ ബെൽറ്റ് ഇട്ട് ഓടണേ. പണ്ട് കൈനറ്റിക് കൊണ്ട് ഓടിച്ചവർക്ക് അറിയാം, ഗിയർ മാറുന്ന അറിയാൻ പറ്റില്ല. ഇപ്പോഴും പല സ്കൂട്ടറുകളും ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് CVT. അതിനേക്കാൾ അഡ്വാൻസ് ആണ് കാറിൽ CVT. നിങ്ങൾ ഓടിക്കണ ഗിയേഴ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. റിലേബിൾ ആണ് ഗിയർ ബോക്സ് സിസ്റ്റം. AMTനേക്കാളും റിലേബിൾ ആണ് CVTയുടെ യൂണിറ്റ് പ്രൈസ് വന്നത് 1 lakh. അതായത് ഹോണ്ടയുടെ ആണെന്നുണ്ടെങ്കിൽ 80,000 തൊട്ട് 1,10,000 വരെ അതിന്റെ യൂണിറ്റിന്റെ പ്രൈസ് വന്നിട്ടുണ്ട്. ഈ ഫുൾ മാറാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ മാറേണ്ട ആവശ്യം വരില്ല. AMT ആണെങ്കിലും CVT ആണെങ്കിലും ടോർക്ക് കൺവെർട്ടർ ആണെങ്കിലും ചൈൽഡ് പാർട്സ് അവൈലബിൾ ആണ്. നമുക്ക് അത് കംപ്ലൈന്റ് മാത്രം റിപ്പയർ ചെയ്താൽ മതിയാവും. അപ്പോൾ 11,50,000 കൊടുക്കാൻ ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CVTയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. CVTയുടെ ആകെയുള്ള പോരായ്മയാണ് ഹയർ സ്പീഡ്സിൽ അവൻ റബ്ബർ ബാൻഡ് എഫക്റ്റ് കാണിക്കും. കാരണം ആ ബെൽറ്റ് പുള്ളിയിൽ വലിയുമ്പോൾ ഉള്ള ഫീലാണ് ആ റബ്ബർ ബാൻഡ് എഫക്റ്റ്. അത് ലോവർ സ്പീഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ഹയർ സ്പീഡ്സിൽ CVT വലിപ്പിക്കുമ്പോൾ നമുക്ക് മൈലേജും കുറവ് കാണിക്കും കാറ്. നമ്മുടെ സിറ്റി ട്രാഫിക് കണ്ടീഷനിൽ CVT ബെസ്റ്റാണ്. എപ്പോഴും നമ്മൾ 100 കിലോമീറ്ററിന്റെ പുറത്ത് പോകാറില്ല. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ CVT ആണ് കുറച്ചും കൂടി ബെറ്റർ. പിന്നുള്ള IMT ഉണ്ട്, AMT ഉണ്ട്. ഇപ്പോൾ IMT ഹുണ്ടൈ ഇൻട്രൊഡ്യൂസ് ചെയ്താണ്, AMT മാരുതി ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. മാരുതിയുടെ സെലീറിയോയിലാണ് AMT വന്നത്. ഹുണ്ടൈയുടെ വെന്യൂലാണ് ആദ്യം IMT ഇൻട്രൊഡ്യൂസ് ചെയ്തത്. IMT ഇപ്പോൾ ഡിമാൻഡ് കുറവാണ്. ഹുണ്ടൈ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ നിലവിൽ IMT അവൈലബിൾ ആയിട്ടുള്ള കിയ സെൽറ്റോസിലും കിയ സോണറ്റിലും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. കാരണം AMTനെ അപേക്ഷിച്ചിട്ട് IMTക്ക് സെയിൽ കുറവാണ്. പിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് AMT വേണോ IMT വേണോ എന്നുള്ളത്. IMT നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. നിങ്ങൾക്ക് ക്ലച്ച് മാത്രം CPU യൂണിറ്റ് കൺട്രോൾ ചെയ്യും, കമ്പ്യൂട്ടർ യൂണിറ്റ് കൺട്രോൾ ചെയ്യണം ക്ലച്ച്, ബാക്കി നമ്മൾ ഗിയർ കൈകൊണ്ട് മാറേണ്ടി വരും. പക്ഷേ AMTയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഫുള്ളി ഓട്ടോ ഇടണമെങ്കിൽ ഫുള്ളി ഓട്ടോ ഇടാം, അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാനുവൽ ട്രാൻസ്മിഷൻ ആയിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യും. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഏറ്റവും കൂടുതൽ സെയിൽ പോണത് അല്ലെങ്കിൽ പ്രൈസ് കുറച്ചും കൂടി കുറവ് AMT തന്നെയാണ്.
IMT ഇപ്പോൾ ഡിമാൻഡ് കുറവായതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തേക്കാണ്. അപ്പൊ IMT ആരും ചൂസ് ചെയ്യണ്ട, AMT തന്നെ ചൂസ് ചെയ്യാം. CVT പോരായ്മയും പറഞ്ഞു. പിന്നെ ഉള്ള ടോർക്ക് കൺവേർട്ടർ ഹയർ സ്പീഡ്സിൽ ഇപ്പൊ ഈ IMT, AMT, CVT അതിനേക്കാൾ കൂടുതൽ പവർ എഫിഷ്യൻസി തന്നത് ടോർക്ക് കൺവേർട്ടർ ആണ്. ഇപ്പൊ ടോർക്ക് കൺവേർട്ടർ ഇപ്പോൾ ഒരു മാനുഫാക്ചറേഴ്സ് മാത്രമേ നമുക്ക് ഈ 11,60,000 നമുക്ക് ഓഫർ ചെയ്യണുള്ളൂ. മാരുതി ഓഫർ ചെയ്യാനുണ്ട് ടോർക്ക് കൺവേർട്ടർ. അതിന്റെ എർട്ടിഗയിലും ഫ്രോൺസ് 1 ലിറ്റർ ടർബോയിലും അവർ ഓഫർ ചെയ്യാനുണ്ട്. പക്ഷെ അതിന്റെ പ്രൈസ് 30 lakhs പോലെ 40 lakhs ആവും. അപ്പം എർട്ടിഗ ഓടിക്കാൻ പോണവരും ഈ സിട്രോൺ C3 ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം, എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ ഒരു സജഷൻ ഉള്ളത്, എപ്പോഴും AMT സൂട്ട് ആവണത് 1.2 സിലിണ്ടർ എഞ്ചിന്റെ ഫോൺ എപ്പോഴും. ഇപ്പൊ നിലവിൽ എക്സ്പ്ലോസറിന്റെ എഞ്ചിൻ 1 ലിറ്റർ എഞ്ചിനാണ്. അത് AGS കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 6,60,000 ഓൺ റോഡ് പ്ലസ് ഒരു 1 lakh കൂടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഗ്നീസിന്റെ ഡെൽറ്റ AGS കിട്ടും. അപ്പൊ അതിനകത്ത് അഡ്വാൻറ്റേജ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1.2 എഞ്ചിനും കിട്ടി, AGSും കിട്ടി. ഇപ്പോഴും നല്ല ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് 1.2 എഞ്ചിന്റെ ഒപ്പം. നിലവിൽ ഡ്രൈവിംഗ് ചെയ്യണവര് പോയിട്ട് 1 ലിറ്ററിന്റെ ഒപ്പം AGS മേടിക്കും. 1 ലിറ്ററിന്റെ ഒപ്പം AGS ഒരിക്കലും മേടിക്കരുത്. 1 ലിറ്ററിന്റെ ഒപ്പം എപ്പോഴും മാച്ച് ആവണത് മാനുവൽ തന്നെയാണ്. മാനുവൽ ഗിയർ ബോക്സ് ആണ്, 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്. അപ്പോൾ 1.2 വിത്ത് AGS എപ്പോഴും ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇത് നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും അയ്യോ ഇത് പവർ കുറവാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ നിലവിൽ ട്രൂ വാല്യൂലൊക്കെ പോയി നോക്കിയാൽ അറിയാൻ പറ്റും. ഏറ്റവും കൂടുതൽ സെക്കൻഡ് വന്നത് ഇപ്പോൾ 7,000 അല്ലെങ്കിൽ 10,000 ഓടിച്ച് സെയിൽ റിവ്യൂസ് വരുന്നുണ്ട്. അവിടെ എക്സ്പ്രസോ വരുന്നുണ്ട്. ലെസ് കിലോമീറ്റർ ഓടിക്കുന്നത്, കാരണം ഓടിച്ചിട്ട് അവർ മടുത്തിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിന്റെ ആവശ്യമില്ല. കാരണം കുറച്ചും കൂടി പൈസ ആഡ് ഓൺ ചെയ്തിട്ട് നിങ്ങൾ 1.2 AMT എടുത്താൽ മതിയോ. AMT ഗിയർ ബോക്സ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഏത് എഞ്ചിനും ഘടിപ്പിച്ചാൽ ഒരു 10% പവർ ഡെഫിഷ്യൻസി ഉണ്ടാവും. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് മേടിക്കാം. ഓട്ടോമാറ്റിക്കിന് പോകണം എപ്പോഴാണെന്ന് വെച്ചാൽ സിറ്റി ട്രാഫിക് കണ്ടീഷനിലാണ്. അപ്പോൾ ആ പവർ ലാഗ് വന്നത് നിങ്ങൾ കൺസിഡർ ചെയ്യണ്ട. പക്ഷെ ആ ബെനിഫിറ്റ് എപ്പോഴും ട്രാഫിക്കിൽ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കും. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ രേഖപ്പെടുത്താം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ.